അപ്പോൾ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്കൊരു വീഡിയോ കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന 2-3 വോയിസ് ക്ലിപ്പുകൾ എനിക്ക് കിട്ടി. അപ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളാരും മനുഷ്യരല്ല. അതായത് സംഭവം വേറൊന്നുമല്ല, നമ്മുടെ എല്ലാം രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരു ചാരിറ്റി സംഘടന രൂപീകരിക്കുകയും ഇപ്പോൾ നാളെ ഈ അബ്ദുൽ കലാം എന്ന ആ വലിയ മനുഷ്യൻ്റെ പേരിൽ ഒരു അവാർഡ് ദാനം നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് അവാർഡിന് അർഹരായ ആൾക്കാരെ നമുക്കൊന്ന് കാണണ്ടേ. കാരണം നമ്മളെ ഈ സമൂഹത്തിൽ ഏറ്റവും അർഹതയുള്ള ആൾക്കാരെ തന്നെയാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം. The second best entrepreneur award for modeling goes to Sri Jishnu Chandran, director of Castelia Events and Media, chairman of Association of Models and Organizers. Dr. APJ Abdul Kalam Karma Shrestha Award 2025. The best supporting character short film Sneha Suryan, Sri G. Chandrasekharan Nair. Dr. APJ Abdul Kalam Karma Shrestha Award 2025. The best social media viral reel star Big Boss Taram Renu Sudhi. അടിപൊളി കൈയടിച്ച് എല്ലാവരും കൈയടിച്ചേ. കാരണം നമ്മുടെ കേരള സമൂഹത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് രേണുസുതി. കൊള്ളാം. അടുത്ത ആളുള്ള ആരാണെന്ന് നോക്കാം. സോഷ്യൽ മീഡിയ വൈറൽ റീൽ സ്റ്റാർ ശ്രീ അലൻ ജോസ് പെരേര. അടിപൊളി. അടുത്ത APJ അബ്ദുൽ കലാം കർമ്മശ്രേഷ്ഠ ഹോണററി അവാർഡ് 2025. ശ്രീ വിശ്വജിത് മധുസൂദനൻ ശർമ്മ ഹോണറിംഗ് വിത്ത് ബ്രഹ്മശ്രീ. ഡോക്ടർ APJ അബ്ദുൽ കലാം കർമ്മശ്രേഷ്ഠ ഹോണററി അവാർഡ് 2025. ശ്രീ കൃഷ്ണകുമാർ തോപ്പിൽ മഠത്തിൽ ഹോണറിംഗ് വിത്ത് ബ്രഹ്മശ്രീ. The best social media content creators ശ്രീമതി തനുജ ആൻഡ് കുമാരി ദേവു. അതെ, കണ്ടന്റ് ക്രിയേറ്റർ തനുജ ദേവു. എങ്ങനെയുണ്ട്? അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു മഹത് വ്യക്തിയുടെ പേരിൽ അവാർഡ് കൊടുക്കാൻ തിരഞ്ഞെടുത്ത മഹത് വ്യക്തികളാണ് ഇവരൊക്കെ. നമ്മുടെ കേരളത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച തനുജ എന്ന് പറയുന്ന സ്ത്രീയെ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കണ്ടൻറ് ക്രിയേറ്ററാണ്. കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട നല്ല നല്ല വിഷയങ്ങളാണ് കണ്ടൻറ്റാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം അതായത് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാണ്. കാരണം ആൾക്കാർ ഒരു ഫാൻസ് തന്നെ അവർക്ക് ഉണ്ട്. കാരണം നല്ലൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്. കാരണം ജനങ്ങളെ എങ്ങനെ ഊമ്പിക്കാമെന്നും അതുപോലെ തന്നെ ആത്മഹത്യാ നാടകമൊക്കെ കളിച്ച് നല്ല ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കണ്ടൻറ്റ് നല്ലൊരു കണ്ടൻറ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കണ്ടൻറ്റ് തന്നെയാണ്. പൊതുസമൂഹം ഏറ്റെടുത്ത് അവരെ എന്താ പറയുന്നത്, നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കണ്ടൻറ്റുകളാണ് ഇവർ നൽകുന്നത്. അതുപോലെ തന്നെയാണ് അലൻ ജോസ് പെരേര. എപ്പടി ഇവർക്ക് അടിപൊളിയല്ലേ. ഇവർക്കൊക്കെ വേണം ഈ ഇത്രയും നല്ല നമ്മുടെ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച അബ്ദുൽ കലാം എന്ന ആ ഒരു മനുഷ്യൻ്റെ പേരിൽ അവാർഡുകൾ കൊടുക്കേണ്ടത്. കാരണം ഇവർ തിരഞ്ഞെടുത്തതിൽ വിട്ടുപോയ കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്. അതായത് 2-3 വർഷത്തിന് മുമ്പ്
ബസ്സിനകത്ത് ഇരുന്നിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ട് ആൾക്കാരെല്ലാം കൂടെയൊക്കെ പിടിച്ച് അവസാനം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വൈറലായ ഒരു താരമുണ്ടായിരുന്നു, സമദ്. അപ്പോൾ അവൻ ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ മലയാളികളെല്ലാം കൂടെ പുരുഷന്മാരുടെ ഒരു സംഘടന എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഒരു പൂമാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതായിരുന്നു. പിന്നെ ഇനി ഞാൻ 1-2 വോയിസ് ക്ലിപ്പുകൾ കൂടി കേൾപ്പിച്ചു തരാം, അതുകൂടി ഒന്ന് കേൾക്കണം കേട്ടോ. അതായത് ഈ അവാർഡ് സംഘടിപ്പിച്ച വ്യക്തികളുടെ ഇന്നലെ നമ്മുടെ ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ്. തനൂജയ്ക്ക് അവാർഡ് കൊടുക്കാൻ അതിനുള്ള അർഹതയുണ്ട്. അതെ, കർമ്മശ്രേഷ്ഠ. അത് കേൾക്കാമോ എന്നറിയത്തില്ല, ഇച്ചിരി വോളിയം കുറവാണ് കേട്ടോ. 50 പേരുണ്ട്, എല്ലാം അവരുടെ കുടുംബക്കാർ തന്നെയാണ്. ഇല്ല അറിയത്തില്ല. അതെ 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 അല്ലേ, കുടുംബക്കാർ തന്നെയാണ് ഈ അവാർഡ്, ഈ എന്താ പറയുന്നത്, ഈ ചാരിറ്റി സംഘടന നടത്തുന്നതും അവാർഡ് പ്രഖ്യാപിക്കുന്നതും അവർ തന്നെയാണ്. കാരണം തനുജയെ പോലുള്ള ഒരാൾക്ക് APJ അബ്ദുൾ എന്നുള്ള പേരിലൊക്കെ കൊടുക്കുമ്പോൾ സഹായമാണെങ്കിൽ കുഴപ്പമില്ല, ധനസഹായം എന്നാണെങ്കിൽ കുഴപ്പമില്ല. അവാർഡ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ നല്ലൊരു സംഘടനയായിട്ട് താൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ തൻ്റെ പേഴ്സണൽ ഒരു ഇതിൽ കൊടുത്തു എന്നുള്ളൊരു ലെവലിൽ പിന്നെ തനിക്ക് ആരോപണങ്ങൾ വരും. അപ്പം എനിക്ക് വോയിസ് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതെ അതെ അതെ, ഭയങ്കരമായിട്ട് അവർ ആ സ്ത്രീ കഷ്ടപ്പെടുകയാണ് കേട്ടോ. അത് തന്നെ ഞാൻ പറയുന്നത്, അത്രയും എഫേർട്ട് ഇട്ട ഒരു സംഘടന ഒരു മഹത് വ്യക്തിയുടെ പേരിൽ നടത്തുമ്പോൾ പിന്നെ ഇവരൊക്കെ നാട് നന്നാക്കാനല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നത്, ജനങ്ങളെ ഉദ്ധരിക്കാനാണ്. അതെ ഞാൻ പറയുന്നത് അതാണ്. അതായത് ഇപ്പൊ താൻ ഇതുപോലെ ഒരു സംഘടന വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആ ഒരു മഹത് വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അത് അതിന് അർഹതപ്പെട്ടവർക്കല്ല കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആളുകളുടെ വിമർശനം വരും. ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ അത് വിമർശനം ഉള്ളതുകൊണ്ടാണ് എനിക്കിത് ആൾക്കാരെടുത്ത് അയച്ചു തന്നിട്ട് ചോദിച്ചത് ഇതെന്താണ് ഇങ്ങനെ. അതെ അതെ അതെ, വിമർശിക്കാം, ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. അവർ ചെയ്യുന്ന അത്ര വലിയ പുണ്യ പ്രവൃത്തിയാണോ? അത് തന്നെ താരാ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ സംഘടനയോ നിങ്ങളുടെ പ്രവൃത്തിയോ അല്ല പറഞ്ഞത്. ഇപ്പൊ ഈ കർമ്മശ്രേഷ്ഠ എന്നുള്ള പേരിൽ ഒരു അവാർഡ് എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കുമ്പോൾ അത് ആ ഒരു മഹത് വ്യക്തിയുടെ പേരിൽ കൊടുക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ പറ്റും ആളുകൾക്ക്. എന്ത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലെന്ന് ചോദിക്കുക. അതെ, വിമർശനം വേണം, വിമർശനം ഉണ്ടായാലേ ഫേമസ് ആവും. നല്ലത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു അവാർഡ് കൊടുക്കുന്നത് നല്ലതെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തി ഓക്കെ, പക്ഷെ തനൂജ എന്ത് പ്രവൃത്തി ചെയ്തതിന്റെ പേരിലാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം എന്നുള്ള പേരിലുള്ള അവാർഡ് കൊടുക്കുന്നത്? APJ അബ്ദുൾ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കാം. അല്ല, ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ മറുപടി പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു താരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. തനൂജയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടല്ല, എന്താണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡം എന്നുള്ളതൊന്നും അറിയണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ താരയെ വിളിച്ചത്. കാരണം തനൂജ എന്ന് പറയുന്ന തനൂജയെ പോലെ സോഷ്യൽ മീഡിയയിൽ തെണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് നിങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം APJ അബ്ദുൽ കലാമിന്റെ പേരിൽ കൊടുക്കുന്നത് അത് തെറ്റാണ്. താനെന്ന് പുനർചിന്തയ്ക്ക് അതിന് എതിർപ്പുണ്ടാവും, തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവും. പലരും വിമർശനങ്ങളും
ഞാനത് അത്രയും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് എന്താണ് ക്രൈറ്റീരിയ. പിന്നെ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഇല്ലാതെ വഴിയെ പോണവർക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ല. APJ അബ്ദുൽ കലാമിനെ പോലെ രാഷ്ട്രപതിയായിരുന്ന ഒരു വ്യക്തിയുടെ മഹത് വ്യക്തിയുടെ പേരിലുള്ള ഒരു അവാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും വഴിയെ പോണ അണ്ടനും അടങ്ങൂടനും സ്ത്രീക്ക് കൊടുക്കാനുള്ളതല്ല. അപ്പൊ താന് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് അതിന് കർമ്മശ്രേഷ്ഠ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ശ്രേഷ്ഠമായ കർമ്മം ചെയ്തവർക്കായിരിക്കണം ആ പുരസ്കാരം കൊടുക്കേണ്ടത്. നാളെ ഒരു സമയത്ത് താൻ റിഗ്രറ്റ് ചെയ്യരുത്. അതുകൂടി ഞാൻ പറയുന്നതേ ഉള്ളൂ. തനിക്കിപ്പോൾ കുറച്ച് പേര് സൂചിപ്പിക്കണം എന്നുള്ള രീതിയിൽ താൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ താൻ ചിന്തിക്കുക. ഞാനടക്കം അതിനെ എതിർക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. കാരണം അത് ശരിയല്ലതാണ്. ആ ഒരു വ്യക്തിയെ അപമാനിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അബ്ദുൽ കലാം ആസാദിനെ പോലെ ഒരു മഹത് വ്യക്തിയെ അപമാനിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അല്ല, താൻ ആ കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല. തന്നെ ആരും നിർബന്ധിച്ചിട്ടല്ലല്ലോ. നമ്മുടെ നല്ല മനസ്സുകൊണ്ട് ചെയ്യുന്നല്ലേ. താനിക്ക് എന്തെങ്കിലും പറ്റുന്ന കാര്യമല്ല താരാ ഞാൻ പറഞ്ഞത്. താൻ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായും. അപ്പോൾ അതായത് ആ സ്ത്രീ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഭയങ്കര കർമ്മങ്ങളും പ്രവൃത്തികളും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അവാർഡിന് അർഹത എന്ന് പറയുന്നത് താങ്കൾക്ക് തന്നെയാണ്. അപ്പം നിങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ്, 10-50ഓളം വരുന്ന കുടുംബക്കാർ തന്നെയാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നതും നൽകുന്നത്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് താര എന്ന് പറയുന്ന താങ്കൾ തന്നെയാണ്. കാരണം ഈ സ്ത്രീയുടെ ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ആദ്യം വീഡിയോ കാണിച്ചത്. ആ എല്ലാ വീഡിയോസും കാണുമ്പോൾ അറിയാം ഇവരാരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ. ഈ കർമ്മശ്രേഷ്ഠ എന്ന് പറയുന്ന പേരിൽ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അതിന് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ജനങ്ങൾ അതിന് പ്രതികരിക്കും. അതിന് നിങ്ങൾ റിപ്ലൈ തന്നേ പറ്റൂ. കാരണം ഇത്രയും നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം സാറിനെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തന്തയിലാത്രം കാണിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ചോദിക്കും, പിന്നെ താര എന്ന് പറയുന്ന താങ്കൾ ആരാണെന്ന് എനിക്കറിയത്ത, താങ്കൾ ഇനി എത്ര കൊടിയേട്ടിയ വലിയ കോപ്പില മറ്റവളാണെങ്കിലും ശരി തന്നെ ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ പ്രതികരിക്കും. ആ നല്ലൊരു മനുഷ്യനെ നാണം കെടുത്താൻ ഞങ്ങളാരും സമ്മതിക്കില്ല. തിരുവനന്തപുരത്ത് വെച്ചാണ് നിങ്ങൾ അവാർഡ് പുരസ്കാരം കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ ഈ സമൂഹത്തിൽ എന്താ ശ്രേഷ്ഠ അവാർഡ് കൊടുക്കുമ്പോൾ എന്തോന്നുള്ള കർമ്മശ്രേഷ്ഠയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ആണോ? അവരുടെ ഫോട്ടോസാണ് വാങ്ങുന്ന വ്യക്തികളുടെയൊക്കെ ആണ്ടോ. അലൻ ജോസ് പെരേര അവൻ നല്ലൊരു വ്യക്തിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവന് അവാർഡ് കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ തനൂജ, കാരണം അവരും നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. കൊടുക്കണം. കാരണം ഇവരുടെ കൂട്ടാളികളെല്ലാം അത്രയ്ക്ക് നല്ല നല്ല ആൾക്കാരാണ്. 40-50 കേസിൽ പ്രതിയായ ഒരു സ്ത്രീയുണ്ട്, ഒരു തുണിക്കച്ചവടം ചെയ്യുന്ന ഒരു അലവലാതി. ഇവരെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നാടകം കളിച്ച് കുറേ ജനങ്ങളിൽ നിന്ന് വീട് വെക്കാനാണ് തനൂജ ഇപ്പോൾ അങ്ങോട്ട് പുറപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ നിന്ന് കുറേ പിരിവെടുത്ത് ഇപ്പോൾ കണ്ണൂരോ ഇവിടത്തെയൊക്കെ നാട് കടത്തി ആൾക്കാരുടെ പൈസ പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തനൂജ 100% അർഹയാണ്. അതുപോലെ അലൻ ജോസ് പെരേര, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രേണുസുതി, ഇവരൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും ഭയങ്കരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച വ്യക്തികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ പുരസ്കാരങ്ങൾ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ജനങ്ങൾ ചോദ്യം ചെയ്യും എന്ന് കൂടി മാഡം ഒന്ന് ഓർക്കണം കേട്ടോ. താങ്കൾ എന്തൊക്കെയോ അങ്ങ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കനപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കനപ്പയിൽ ചാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെയൊക്കെ അറിയാം. നിങ്ങൾ നാട് നന്നാക്കാനല്ലേ വേണ്ടിയിട്ടല്ലേ ഇത് അങ്ങോട്ട് ചെയ്യുന്നത്. ഈ പണത്തിനോടുള്ള ആർത്തി മൂക്കുമ്പോൾ എന്തൊക്കെ ഭയങ്കര കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള അർഹതപ്പെട്ട സ്ത്രീ നിങ്ങൾ തന്നെയാണ്. എന്തിനാണ് ഈ പുറത്ത് കൊടുക്കുന്നത്? നിങ്ങൾ കുടുംബക്കാരാണല്ലോ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതും. ഇനിയിപ്പോൾ അടുത്ത വർഷം നമുക്ക് ഈ ജയിലിൽ ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചും അതുപോലെ തന്നെ കുറേ കൊലപാതകം ചെയ്തിട്ടൊക്കെ കുറേ ആൾക്കാർ ജയിലിൽ കിടപ്പുണ്ട്. നമുക്ക് അവരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നമുക്ക് നൽകണം. അതിനൊക്കെ നമ്മൾ സപ്പോർട്ടാണ്, കൊടുക്കണം. അതുപോലെ ഇനിയിപ്പോൾ ഗോവിന്ദസ്വാമിയൊക്കെ ഇറങ്ങി വരും, അവർക്കൊക്കെ നമുക്ക് ഓരോ പുരസ്കാരങ്ങൾ കൊടുക്കണം. അതിനെല്ലാം നമ്മൾ റെഡിയാണ്. പിന്നെ ഇനി അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വർഷം മുതൽ അബ്ദുൽ കലാമിൻ്റെ പേര് മാറ്റിയിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ പേരിൽ കൂടെ നമുക്ക് ഒരെണ്ണം അങ്ങ് തുടങ്ങാം.
ലജ്ജയില്ലേ നിങ്ങളൊക്കെ ഈ മഹത്തായ വ്യക്തിയുടെ പേരിൽ നിങ്ങൾ ഈ ചാരിറ്റി സംഘടനയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഇതുപോലെയുള്ള അലവലാദികളെ പിടിച്ചിട്ട് ആദരിക്കുകയാണോ ചെയ്യേണ്ടത്? ഈ നാട്ടിൽ എത്രയോ നല്ല നല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ നല്ല നല്ല വ്യക്തികളുണ്ട്. നിങ്ങൾ അവരാരെയും കാണുന്നില്ലേ? നിങ്ങളതല്ല, ആ സ്ത്രീക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായമാണ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അത് ചെയ്യാമായിരുന്നു. അല്ലാതെ ഈ കർമ്മശ്രേഷ്ഠ എന്നുള്ള പേരിൽ ഈ അബ്ദുൽ കലാമിൻ്റെ പേരിലല്ല നിങ്ങൾ ഈ തന്തയില്ലാത്തരം കാണിക്കേണ്ടത്. ഇതുപോലെയുള്ള തന്തയില്ലാത്തരങ്ങൾ കാണിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പൊതുജനങ്ങൾ അത് പ്രതികരിക്കും. നിങ്ങളതിന് മറുപടി തന്നേ പറ്റൂ മിസ്റ്റർ, നിങ്ങളതിന് റിപ്ലൈ തന്നേ പറ്റുമോ? അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം തന്തയില്ലാത്ത ആൾക്കാർക്കാണോ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ആണോ? ഈ തനുജ എന്ത് കോപ്പാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്? അതുപോലെ ഈ അലൻ ജോസ് പെരേര ആ പരമ തെണ്ടി കാണിക്കുന്ന എന്താണ്? ജനങ്ങൾ എത്രത്തോളം വെറുപ്പിക്കുന്ന അലപരാധികളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത വർഷം നമുക്കൊരു കാര്യം ചെയ്യാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേരിൽ നമുക്ക് ഇതുപോലെ ഒരു അവാർഡ് ദാനം സംഘടിപ്പിക്കാം. അതിന് ഞങ്ങളെ കൂടെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അത് കുറച്ച് വൈകിപ്പോയി. ഞങ്ങൾ നാളെ നിങ്ങൾ പുരസ്കാരം കൊടുക്കുമെന്ന് ഇന്നാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ രംഗത്ത് വരുമായിരുന്നു. കാരണം ഇതൊക്കെ കാണിക്കുന്നത് തന്തയില്ലാത്തരമാണ്. ആ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ആ മഹാനായ വ്യക്തിയെ നിങ്ങളൊക്കെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഉത്തരം പറയണം. നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രം ഈ ചാരിറ്റിയുടെ പേരിൽ ചെറ്റത്തരം കാണിക്കുകയല്ല വേണ്ടത് കേട്ടോ. ഇനി അടുത്ത വർഷം നമുക്ക് ജയിലിൽ കിടക്കുന്ന കുറേ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരാനുണ്ട്. കഴിഞ്ഞ വർഷം ബസ്സിനകത്ത് ഇരുന്ന് തുണിപ്പൊക്കി കാണിച്ചവർ തന്നെ ഓടിച്ചിട്ട് ജനങ്ങളെല്ലാം കൂടെ ഓടിച്ചു. അവൻ വീണ്ടും അവൻ്റെ പരിപാടി തുടങ്ങി. അവനെയൊക്കെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. അതുപോലെ പോസ്കോ കേസിനകത്ത് കിടക്കുന്നതും ആയിട്ടുള്ള അതുപോലെ സ്ത്രീകളുമുണ്ട്. നല്ല 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 വ്യക്തികളുണ്ട്. നമുക്ക് അവരെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് ആദരിക്കണം. ഇനി ഈ സംഘടന വളർന്ന് ഇതുപോലെയുള്ള ആൾക്കാർക്ക് പ്രചോദനമാവാത്ത രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഈ നല്ലൊരു മനുഷ്യനെ ഇത്രത്തോളം അപമാനിക്കുന്ന പരമചെറ്റകൾക്കെതിരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന ഓരോ കമൻറ്റും അവർക്കുള്ള മറുപടിയാണ്. നിങ്ങൾ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുക. അദ്ദേഹത്തെ ഇത്രത്തോളം അപമാനിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ എഴുത്തുകാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെയുള്ള പരമ ചെറ്റകൾക്കല്ല നിങ്ങൾ ഈ ഒരു പേരിൽ നിങ്ങൾ അവാർഡ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത വർഷം നമുക്ക് മഹാത്മാഗാന്ധിയുടെ പേരിൽ നല്ലൊരു അവാർഡ് പ്രഖ്യാപിക്കണം. അതിന് ജനങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ ഞങ്ങളുടേതായ ഒരു പ്രതിഷേധം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ ഈ താര എന്ന് പറയുന്ന താങ്കൾ സ്ത്രീ, നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കേട്ടോ. അബ്ദുൽ കലാം മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് പേര്. അതായത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് തിരഞ്ഞെടുത്ത ആൾക്കാരെല്ലാം നല്ല നല്ല ആൾക്കാരാണ്. അതായത് കഴിഞ്ഞ വർഷം അടൂർ ആ ഒലിവി എന്ന സ്ഥാപനത്തിൽ നൂറുകണക്കിന് പെൺകുട്ടികൾക്ക് ആഹാരവും അവർ അധ്വാനിച്ചതിൻ്റെ ശമ്പളവും കൊടുക്കാതെ വളരെയധികം കഷ്ടപ്പെടുത്തിയ ഒരു സ്ത്രീയാണ്. അവർ അർഹതയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. താങ്കളുടെ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണുമ്പോൾ അല്ല അറിയാം, ഇങ്ങനെയുള്ള പരമ ചെറ്റകളെ നിങ്ങൾ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതെല്ലാം കണ്ടതാണ് കേട്ടോ. കാണുന്നുണ്ടോ? ഇതിനകത്ത് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ടോ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അത് ഇവർക്കുള്ള മറുപടിയാണ്.